Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾ ഒരു Vivo X200 Pro അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ X series ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആക്ച്വലി സെപ്റ്റംബറിലത്തെ അപ്ഡേറ്റ് അതായത് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആക്ച്വലി Vivo ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ദിവസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ X200 Proയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് 2 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ. ഞാൻ അതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഒരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്ഡേറ്റിന് ശേഷം നമുക്ക് അത്യാവശ്യം കുറെ ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഫൺ ടച്ച് ഓഎസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. എന്തായാലും നമ്മുടെ ഇന്ത്യയിലേക്ക് എന്താ പറയുക വിവോവും അതുപോലെ തന്നെ ഐക്യവും ഒറിജിനൽ ഓഎസ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആൻഡ്രോയിഡ് 16 ശേഷമായിരിക്കും ആൻഡ്രോയിഡ് 16 വരുന്നതോട് കൂടിയായിരിക്കും ഈ ഒറിജിനൽ ഓഎസ് വരുന്നത്. അത് ഏതൊക്കെ എലിജിബിൾ ഡിവൈസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ചെയ്യാട്ടോ. ഓൾറെഡി എൻ്റെ ഇതൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ടൈമിലാണ് വരാൻ പോകുന്നത്. ആദ്യം വരാൻ പോകുന്ന X300 സീരീസിന്റെ കൂടെയാണ് ഈ ഇത് ലോഞ്ച് ആകാൻ പോകുന്നത്. അതിനുശേഷമാണ് ബാക്കിയുള്ള സംഭവങ്ങൾ കിട്ടുക. ഇപ്പോഴും നമ്മുടെ ഈ സെപ്റ്റംബർ പാച്ച് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് ആൻഡ്രോയിഡ് 16 ഒന്നല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്നിക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്. ക്വാളിഫൈഡ് ആണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ ആക്ച്വലൊക്കെ ഫീൽഡൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ടെലിഗ്രാം ചാനലുണ്ട്, നിങ്ങൾ അതിലും കാര്യം ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് അതിൽ ഞാൻ ഡീൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ട്രൈ നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ടു സെപ്റ്റംബർ 2025 ഗൂഗിൾ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. അതായത് നമ്മുടെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇത്രയും കാലം ഓഗസ്റ്റിലത്തെ ആയിരുന്നു. ഇതിപ്പോൾ കുറച്ച് ലേറ്റ് ആയി. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സെപ്റ്റംബർ കഴിയാറായുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഇതിൽ വരുന്നത്. ശരിക്കും OnePlusലൊക്കെ ആദ്യത്തെ ഈ മാസം ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആയപ്പോൾ തന്നെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ OnePlus ആ കാര്യത്തിലൊക്കെ ഭയങ്കര മുന്നിലാണ് വിവോനെക്കാട്ടൊക്കെ. പിന്നെ വന്നേക്കുന്നത് ഒപ്റ്റിമൈസ്ഡ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ആൻഡ് എൻഹാൻസ് സിസ്റ്റം സ്റ്റെബിലിറ്റീസിലും അതുപോലെ തന്നെ പെർഫോമൻസിലും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഈ അപ്ഡേറ്റിൽ. അതാണ് മെയിൻ അപ്ഡേറ്റ് ലോഗ് വന്നേക്കുന്നത്. പിന്നെ ക്യാമറയിൽ പോർട്രേറ്റ് മോഡിൽ AI വിഷ്വൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആഡഡ് AI വിഷ്വൽ സീസണൽ പോർട്രേറ്റ്. അതായത് നമ്മുടെ ഈ X200 FE-ലൊക്കെ ഉണ്ടായിരുന്ന മോഡില്ലേ, നമുക്ക് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് എന്താ പറയുക മഞ്ഞിലാക്കാം. ആ പരിപാടി ആ സാധനത്തിൽ ഇപ്പോൾ അത് ഇത്രയും കാലം നമ്മുടെ X200 Pro സീരീസിലൊന്നും ഉണ്ടായിരുന്നില്ല, X200 ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ഈ അപ്ഡേറ്റിലാണ് ആഡ് ആയിക്കുന്നത് കേട്ടോ. ഞാൻ നമ്മുടെ X200 FE-ന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോൺ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കാണിച്ചു തരാം. ഇതിലും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്യാമറ പോർട്രേറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എത്ര കാലം ഉണ്ടായിരുന്നില്ല അത്. ഞാൻ കാണിച്ചിരുന്നു വിചാരിക്കുന്നു. ജസ്റ്റ് പോർട്രേറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ മുകളിൽ ഏത് സിമ്പിൾ കാണാത്തേ ഉള്ളൂ. പിന്നെ കോൺടാക്ട് സെക്ഷനിൽ വന്നിരിക്കുന്നത് ഫിക്സ്ഡ് ദ ഇഷ്യൂ വേർ ഫോൺ കോൺടാക്ട് ഒക്കേഷണലി കനോട്ട് ബി ഫൗണ്ട്. അത് ചില എല്ലാ ഡിവൈസിലും ഉണ്ടാകുന്നില്ല. ചില ഡിവൈസുകൾക്ക് നമ്മുടെ ഈ കോൺടാക്ട്സിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ നമ്പർ ഇതിൽ കാണില്ല. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബഗ് ഇഷ്യൂ ഉണ്ടാകുന്നു ഇതിന് മുമ്പത്തെ സീരീസിൽ. അത് ഇതിൽ അറിയാത്ത കുറച്ച് ബഗ് ഇഷ്യൂ ഞാനും ഫേസ് ചെയ്യുന്നു. കുറച്ച് ഷട്ടർ ലാഗും അതുപോലെ തന്നെ ഫ്രീസിങ്ങും ഒക്കെ ഞാൻ ഇതിൽ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്തായാലും മാറി കിട്ടിയിട്ടുണ്ട് ഈ അപ്ഡേറ്റിന് ശേഷം. അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണം കേട്ടോ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. പിന്നെ പവർ കൺസപ്ഷൻ്റെ ആയിരുന്നു ഫിക്സ്ഡ് ദ ഇഷ്യൂ ഓഫ് അബ്നോർമൽ പവർ കൺസപ്ഷൻ കോസ്ഡ് ബൈ സം തേർഡ് പാർട്ടി ആപ്പ്. അതായത് എല്ലാ ഡിവൈസുകൾക്കും അല്ല, ചില ഡിവൈസുകൾക്ക് തേർഡ് പാർട്ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പവർ കൺസപ്ഷൻ കൂടിയിട്ട്, അതായത് ഐഡിയൽ മോഡലിൽ പവർ കൺസപ്ഷൻ കൂടുതലായിരുന്നു, അത് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മേജർ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇതിന്റെ സൈസ് ഓൾമോസ്റ്റ് നമുക്കൊരു 600 MB ഒക്കെ സൈസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മോഡൽ നമ്പർ ഞാൻ കാണിക്കാതായിരിക്കും നല്ലത്. ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വലുതാവും. ഇതാണ് മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഇതുവരെയായിട്ടും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ മുകളിലത്തെ ആ സാധനമല്ല അതിൽ കയറിയിട്ട് വേർഷൻ ട്രയൽ എന്ന സാധനം അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിൽ ഇവിടെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതിൽ കൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റ് ഡയറക്റ്റ്ലി വന്നിട്ടില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ടായിരുന്ന മിക്ക ബഗ് ഫിക്സുകളും നമുക്ക് ഫിക്സ് ആയിരുന്നു. അതിന് ശേഷം ഞാൻ വലിയ എന്താ പറയുക ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. പെർഫോമൻസിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇത് കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് കുറേ സ്ഥലത്ത് നമുക്ക് ഷട്ടർ ലാഗും അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ ഈ ബാങ്കിങ് ആപ്സ് ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ ഫ്രീസ് ആയി നിൽക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ഇഷ്യൂസും എനിക്ക് ഞാൻ ഇതിൽ 2-3 വട്ടം ആഫ്റ്റർ കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്ഡേറ്റിന് ശേഷം ഒരു 2-3 വട്ടം എൻ്റെ ഓട്ടോ റീസ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഫ്രീസ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓട്ടോ റീസ്റ്റാർട്ട് ആവുക, പ്രത്യേകിച്ച് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ഉള്ളവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ആ സംഭവമൊക്കെ എന്തായാലും ഇഷ്യൂ എന്താ പറയുക സോൾവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു ഓൾമോസ്റ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിപ്പോൾ കുറച്ച് മണിക്കൂറുകളായി. ഇതുവരെയായിട്ട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ പെർഫോമൻസിൽ അല്ലെങ്കിലും ഒന്നും ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്യാമറാസിൽ പോർട്രേറ്റ്സിൽ പോകുമ്പോൾ നമുക്ക് AI ഫീച്ചർ നമ്മുടെ മുകളിൽ ഈ സംഭവം വന്നിട്ടുണ്ടോ. നമ്മുടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മോഡ് മാറ്റാനുള്ളത്. നിങ്ങൾ ഓൾറെഡി X200 FE-ലത്തെ വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും. ആ പരിപാടി ഇതിലേക്കും വന്നിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. വേറെ വലിയ സംഭവങ്ങളും ബാറ്ററി എനിക്കറിയാലും ബാറ്ററി ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. എനിക്ക് ചാർജ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ
എൻ്റെ ഞാൻ ഈ ഫോൺ മാത്രമല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കുറേ ഫോണുണ്ട്, ഞാൻ മൾട്ടിപ്പിൾ ഫോൺസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ടെസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഒരു എൻ്റെ സ്ക്രീൻ ഓൺ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ സ്ക്രീൻ ഓൺ ടൈം കിട്ടണമെന്നില്ല. ഒരു ആവറേജ് യൂസിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു 7-8 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. 8 മുകളിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഞാൻ പോണെങ്കിൽ കാണിച്ചു തരാം. ബാറ്ററി എൻ്റെ ഇപ്പോഴും ബാറ്ററി ഹെൽത്ത് 100% തന്നെയാണ് കേട്ടോ. ഞാൻ എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 6 മാസം 8 മാസം ആവാറായി. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ചാർജിങ് ചെയ്യുന്ന സാധനം കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. അല്ലാത്തവർക്ക് ആ ഒരു 6 മാസം ആകുമ്പോഴേക്കും ചിലപ്പോൾ ബാറ്ററി ഹെൽത്ത് ഒക്കെ ഡൗൺ ആയിട്ട് ചിലപ്പോൾ 97 96 ഒക്കെ ആവും. അങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കൊല്ലം കഴിയുമ്പോഴേക്കും നല്ലോണം ഡൗൺ ആവും. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബാറ്ററി ഡൗൺ ആവും. ഇതിൽ ആക്ച്വലി ആ സാധനം കാണില്ല എന്നുണ്ടല്ലോ അല്ലേ. ഇതിലിപ്പോൾ എനിക്ക് ഇതിലിപ്പോൾ ലാസ്റ്റ് ചാർജ് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 1 ഡേ 3 മണിക്കൂറിന് മുമ്പാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം മുമ്പാണ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും എനിക്കൊരു 49% ബാറ്ററി ബാക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വളരെ കുറവാണ്, സ്ക്രീൻ ഓൺ ടൈമൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചൊക്കെയാണ്. എന്ന് വെച്ചാൽ പോരാ തന്നെ നമുക്ക് അറിയാലോ, കണ്ണിന് നല്ലതൊന്നല്ല ഇത് കുറേ നേരം ഇൻസ്റ്റാഗ്രാമൊക്കെ എന്താ പറയുക ചോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രെയിനും നല്ലതല്ല, കണ്ണിന് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം സ്ക്രീൻ ഓൺ ടൈം കുറയാൻ നോക്കുക, ചിലപ്പോൾ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ആക്ച്വലി അപ്ഡേറ്റിന് ശേഷം ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി ഒറിജിനോയ്സ് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ എന്തായാലും ഇതിൽ കുറേ ഉണ്ടാകുന്ന ബഗ്ഗുകളൊക്കെ ഒറിജിനോയ്സ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ കുറേയൊക്കെ യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ടെന്നാണ്. അതായത് നമ്മളിപ്പോൾ ചൈനീസ് വേരിയന്റ് ഒറിജിനോയ്സ് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഇതിനായിട്ടും ബെറ്റർ ആണ്. ഇനിയിപ്പോൾ ഇന്ത്യൻ വേരിയന്റിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഇതിനായിട്ടും ബെറ്റർ ആണ്, അത് ഉറപ്പാണ്. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഇറങ്ങാൻ പോണ പുതിയ മോഡല് 16 കേട്ടോ. അപ്പം എന്തായാലും വെയിറ്റിംഗ് തന്നെയാണ്. എന്തായാലും എനിക്ക് എന്തായാലും 2 മാസം എടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും പെട്ടെന്ന് വരാൻ സാധ്യതയൊന്നുമില്ല. പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, പിക്സലിൽ വന്നു, നമ്മുടെ സാംസങ് S24 സീരീസിൽ ഒരാഴ്ച ഒരു 2-3 ദിവസം മുമ്പ് Android 16 വന്നു. ഇപ്പോൾ വിവോ ലാഗായി. സാധാരണ വിവോ പെട്ടെന്ന് കൊടുക്കാറുള്ളതാണ്. ഇപ്പം എന്താ പറ്റിയാവോ, അത് ഒറിജിനോയ്സ് തന്നെ ലാഗാണോ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ മാസത്തെ അപ്ഡേറ്റ് വരാൻ പോലും ലാഗായിരുന്നു. എന്ന് വെച്ചാൽ OnePlus ഓൾറെഡി 2 ദിവസം മുമ്പ് നമ്മൾ ഓൾറെഡി Note 5 വീഡിയോ ടെക്കുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഓർമാർക്ക് പറ്റുന്നത്, ഒരു ലാഗ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ലാഗ് അടിച്ച് പോകണം നീ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാട്ടെ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം.